ഹായ് ഓൾ, എഡ്യൂസ്പെക്ട്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസിലെ ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്: n = xn - x1 / d + 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എന്തുണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് അവസാനം 25 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പർ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ തന്നെ ഗസ് ചെയ്യാൻ പറ്റും എത്ര എണ്ണം ഉണ്ട്. ഇത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 25 നമ്പറുണ്ട്. അവസാനത്തെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ 3 6 9 എക്സെട്ര ഇപ്പോൾ ഒരു 90 ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിനിടയ്ക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഇതിൽ പറഞ്ഞതുപോലെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇതിനകത്ത് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 3ൽ തുടങ്ങുന്ന 3 6 9 എക്സെട്ര അപ് ടു 90 വരെ പോകുന്ന സീക്വൻസിൽ എത്ര ടേംസ്, നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത് n = xn - x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? n = xn - x1 / d + 1. ഇതിൽ xn എന്താണ്? xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം നമുക്ക് അതിനകത്ത് അവസാനത്തെ ടൈം തന്നിട്ടുണ്ടാവില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് xn കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. x1 നമുക്കറിയില്ലേ, ഫസ്റ്റ് ടൈം. നമ്മളെവിടെയും പഠിക്കുന്നത് എന്താണ്? x1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഇനി അതിനകത്ത് എന്തും കൂടെ അറിയണം, കോമൺ ഡിഫറൻസും കൂടെ എന്ത് ചെയ്യണം? അറിയണം. കോമൺ ഡിഫറൻസും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ എത്ര ടേം ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ഇക്വേഷനാണ് n = xn - x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഒരു കണ്ടീഷൻ കൂടെ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ 96 എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് അത് ഇതിനകത്തെ ടേം ആകുമോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാം. അപ്പോൾ ഈ 96നെ നമ്മൾ എന്തായിട്ട് എടുക്കണം? xn ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യണം. നമ്മുടെ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് അത് പരിചയപ്പെടാം. അപ്പോൾ ഇപ്പം മനസ്സിലാക്കുക, ഒന്നുകിൽ അതിനകത്ത് എത്ര ടേമുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? n = xn - x1 / d + 1. ഈ +1 ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിക്കുക. n = xn - x1 / d + 1 എന്ന് പറയുന്നതാണ്. അപ്പോൾ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാലും ഒരു നമ്പർ തന്നിട്ട് അത് അതിനകത്തെ ടേം ആകുമോ അല്ലയോ എന്ന് ചോദിച്ചാലും നമ്മൾ ഏത് ഇക്വേഷനാണ് ഇടേണ്ടത്? n = xn - x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സർസൈസുകൾ എന്ത് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈസ് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13 24 35 എന്നുള്ളതാണ്. വാട്ട് അബൌട്ട് 1001 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ 101 ഇതിലെ ടേം ആകുമോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ 1001ൻ്റെ കഥ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? x1 എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? 13 ആണ്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 101 അതിലെ ടേം ആകുമോ അല്ലയോ എന്നാണ്. അപ്പോൾ നമ്മൾ xn എടുക്കേണ്ടത് എത്രയാണ്? 101. അപ്പോൾ ഏതാണ് അതിലെ ടേം ആകുമോ അല്ലേ എന്ന് ചോദിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? xn ആയിട്ട് എടുക്കേണ്ടത്. x1 13 ആണ്, xn എന്ന് പറയുന്നത് 101 ആണ്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x2 - x1 ചെയ്താൽ മതി, കാരണം അടുത്തടുത്ത ടൈമുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 24 - 13 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 11 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 11 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം 13 ആണ്. xn നമുക്ക് ഏതാണോ കണ്ടുപിടിക്കാനുള്ളത് അതിനെ xn ആയിട്ട് എടുക്കുക. കോമൺ ഡിഫറൻസ് ഇവിടെ കണ്ടുപിടിച്ചു, 11 കിട്ടി. നമുക്കിനി അതിൽ ടേം ആകുമോ അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഇടണമെന്ന് പറഞ്ഞു? n =
എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് n ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് 1. ഇതിനകത്ത് n അതുപോലെ തന്നെ ഇടുക. എക്സ് എൻ എത്രയാണ്? 101 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 11 പ്ലസ് 1. ഈ പ്ലസ് 1 ഇടുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഡിവൈഡഡ് ബൈ ഇട്ടിട്ട് അതിൻ്റെ മേലെ പ്ലസ് 1 ഇതിൻ്റെ കൂടെ കൂട്ടി വയ്ക്കരുത്. കാരണം നമ്മൾ ഇത്രയും കാൽക്കുലേഷനാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്. അവസാനം മാത്രം ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് എല്ലാ ആൻസറും കിട്ടിയതിന് ശേഷം 1 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ഈ പ്ലസ് 1 ഇതിനോട് ആഡ് ചെയ്യരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 101 നിന്ന് 13 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. 101 നിന്ന് 13 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 88 ഡിവൈഡഡ് ബൈ 11 എഴുതാൻ പറ്റും. 101 നിന്ന് 13 മൈനസ് ചെയ്യുമ്പോൾ 88 കിട്ടും. ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 അപ്പോഴും എന്ത് ചെയ്യുക, മാറ്റി നിർത്തിക്കുക. 88 ഡിവൈഡഡ് ബൈ 11 എത്രയാണ്? നമുക്ക് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. 8 പ്ലസ് 1 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ n ഈക്വൽ ടു 9 ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ അപ്പോൾ അതിലെ ടേമാണ്. എന്ന് വെച്ചാൽ ഈ 101 എന്ന് പറയുന്നത് ഏത് സീക്വൻസിലെ ടേമാണ്? 13, 24, 35 എന്ന് പറയുന്ന ആ സീക്വൻസിലെ ടേമാണ്. എത്രാമത്തെ ടേം എന്ന് ചോദിച്ചാൽ 9th ടേമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നെങ്കിൽ അതിനകത്തുള്ള ടേമാണ്. ഇൻ കേസ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടില്ല, ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ വന്നു 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു നമ്പർ ആണെങ്കിൽ പോയിന്റ് കിട്ടത്തില്ലേ? പോയിന്റ് കിട്ടുവാണെങ്കിൽ അതിൽ എന്തല്ല, ടേം അല്ല. ദെയർഫോർ ഇതെന്താണ്, ഈ സീക്വൻസിലെ ടേമാണ്. എത്രാമത്തെ ടേം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 9ാമത്തെ ടേമാണ് എത്രയെന്ന് പറയുന്നത്? 101 പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എത്രേൻ്റെ കേസാണ്? 1001 ഇതിൽ ടേം ആകുമോ അല്ലയോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്നിനെ എത്രയായിട്ട് എടുക്കുക? 1001 ആയിട്ട് എടുക്കുക. ബാക്കിയുള്ളതിനൊന്നും മാറ്റമില്ല. x1 എത്രയാണ്? 13 തന്നെയാണ്. ഡി എന്ന് പറയുന്നത് 11 തന്നെയാണ്. ഇക്വേഷൻ ഏതാണ്? n ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. n ഈക്വൽ ടു 1001. അപ്പോൾ എക്സ് എന്നിൻ്റെ സ്ഥാനത്ത് എത്ര ഇടണം? 1001 ഇടണം. അതിൽ നിന്ന് ഫസ്റ്റ് ടൈമായ 13 മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസിന് മാറ്റമില്ല. 11 പ്ലസ് 1 എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 1001 നിന്ന് 13 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 988 കിട്ടും. ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ 988നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9നകത്ത് 11 എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അതുകൊണ്ട് 98നകത്ത് എത്ര പ്രാവശ്യമുണ്ടെന്ന് നോക്കുക. എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യമാകുമ്പോൾ 99 ആകും. അപ്പോൾ 8 പ്രാവശ്യം മാത്രമേ അതിനകത്ത് പോകത്തുള്ളൂ. എത്ര വരും? 88. ഇനി 8ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 0 കിട്ടും. 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 1 കിട്ടും. ഇനി ബാക്കിയുള്ള 8 എന്ത് ചെയ്യുക? താഴെ ഇറക്കുക. 108നകത്ത് എത്ര 11 ഉണ്ട്? എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യം ആകുമ്പോൾ 99 എന്ന് കിട്ടും. എത്ര ടൈംസ്? 99. ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 1 എന്ത് ചെയ്യുക? കടവെടുക്കുക. അപ്പോൾ ഇത് 10 മാറും. അതിൽ നിന്ന് 1 കടവെടുക്കുക. അപ്പോൾ ഇവിടെ 18 മാറും. 18ൽ എത്ര പ്രാവശ്യം? 18ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. ഇവിടെ 9 കടവെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 9നകത്ത് 11 പോകത്തില്ല, പോയിന്റ് വരും. പോയിന്റ് വന്നാൽ ഇവിടെ 90 എന്ന് ഇട്ട് കൊടുത്ത് ബാക്കി കാൽക്കുലേഷൻ ഫ്രണ്ടിലോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടതുപോലെ അതിനകത്ത് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അത് അതിനകത്തുള്ള എന്തല്ല, ടേം അല്ല. ഇപ്പോൾ എത്ര കിട്ടി? 88 കിട്ടുമ്പോൾ 89.8 എന്നാണ് കിട്ടുന്നത്. 89.8 പ്ലസ് 1 എന്ന് പറഞ്ഞാണ് കൃത്യമായിട്ടൊരു ടേം ഇവിടെ പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ
ഇല്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് അതിനകത്തുള്ള എന്തല്ല, ടേം അല്ല. ഏത് 1001 ഇതിനകത്തുള്ള ടേം അല്ലെന്നേ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. 101 ഇതിലെ ടേം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കറക്റ്റായിട്ട് നമുക്ക് പോയിന്റ് ഇല്ലാത്ത ഒരു നമ്പർ കിട്ടിയത് കാരണം 101 ടേം ആണ്. 1001 എന്തല്ല. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ പോയിന്റുള്ള നമ്പർ വരികയാണെങ്കിൽ അത് അതിനകത്തുള്ള ടേം അല്ല. കറക്റ്റായിട്ട് ഒരു നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അത് അതിനകത്തുള്ള ടേമാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് 101 ടേമാണ്, 1001 അതിനകത്തുള്ള ടേം അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ടേബിൾ ബിലോ സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ആൻഡ് 2 numbers against each. ചെക്ക് whether the numbers are terms of the respective sequence. അപ്പോൾ താഴെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിലെ 2 നമ്പേഴ്സ് വെച്ചിട്ട് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സ് ആ സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റത്തെ സീക്വൻസ് ഏതാണ്? 11, 22, 33 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണ്. അതിലെ 123 എന്ന് പറയുന്ന നമ്പർ അതിൽ ടേം ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ x1 ഉണ്ട്. എത്രയാണ്? ഫസ്റ്റ് ടേമിനെയാണ് x1 എന്ന് പറയുന്നത്. അത് 11 ആണ്. xn ഏതായിട്ട് എടുക്കുക? ഫസ്റ്റ് ടേമിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 123 ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? ഫസ്റ്റ് ടൈമായിട്ട് എടുക്കേണ്ടത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം ഇവിടെ അടുത്തടുത്ത ടൈമുകൾ ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. x2 മൈനസ് x1 ചെയ്യുക. x2 എത്രയാണ്? 22 മൈനസ് 11 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 11 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 ആണ്. ഫസ്റ്റ് ടൈം 11 തന്നെയാണ്. xn എന്ന് പറയുന്നത് 123. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n = ഇതിൽ ടേം ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് പറഞ്ഞു? n = xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. n = xn ഏതായിട്ട് എടുത്തു? 123 മൈനസ് 11 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? അതും 11 ആണ് കിട്ടിയത്. പ്ലസ് 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ. ആ പ്ലസ് 1 അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. 123 മൈനസ് 11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 112 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം 11ൻ്റെ മൾട്ടിപ്പിളിനകത്ത് 112 ഉണ്ടോ? 112 അതിനകത്തുണ്ടോ? 10 പ്രാവശ്യം ആകുമ്പോൾ 111 കിട്ടും. 11 പ്രാവശ്യം ആകുമ്പോൾ 121 ആണ്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പോയിൻ്റുള്ള നമ്പർ വരുന്നത് കാരണം 123 നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ 123 എന്തല്ല? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. കാരണം 112നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പോയിൻ്റുള്ള നമ്പറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് 123 എന്ന് പറയുന്നത് ആ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. ഇനി കണ്ടുപിടിക്കാനുള്ളത് 132 അതിനകത്തുള്ള ടേം ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ നമ്മൾ xnന് പകരം എത്രയായിട്ട് കൊടുക്കുക? 132 കൊടുക്കുക. ഇക്വേഷന് മാറ്റമൊന്നുമില്ല. n = xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. xnന് പകരം നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം? 132 എന്ന് ഇട്ട് കൊടുക്കുക. മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? മാറ്റമില്ല, 11 തന്നെയാണ്. 11 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 132 നിന്ന് നമ്മൾ 11 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 121 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 121 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ 121 എന്ന് പറയുന്നത് എത്രയിൻ്റെ മൾട്ടിപ്പിളാണ്? 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11 × 11 ആണ് നമ്മൾ എത്രയെന്ന് പറയുന്നത്? 121 എന്ന് പറയുന്നത്. അപ്പോൾ 11 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. പ്ലസ് 1. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? n എന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന നമ്പർ കിട്ടി. 12 എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എന്താണ്? പൊസിഷനാണ്. അപ്പോൾ 12th പൊസിഷനിലെ ടേമാണ് എത്രയെന്ന് പറയുന്നത്? 132 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും 132 അതിലെ ടേം ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് അതിനകത്തുള്ള ടേം ആണ്. ദാ ഇപ്പോൾ ചെയ്യുമ്പോൾ പോയിൻ്റുള്ള നമ്പർ കിട്ടുവാണെങ്കിൽ അതിലെ ടേം അല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് എന്തായിട്ട് കിട്ടത്തില്ല?
പോയിന്റ് ഇല്ലാതെ കിട്ടത്തില്ല. അത് കാരണം അത് അതിനകത്തുള്ള ടേം അല്ല. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 132 ചെയ്തു വരുമ്പോൾ ഇവിടെ എത്രാമത്തെ n=12 എന്ന് കറക്റ്റായിട്ടൊരു നമ്പർ കിട്ടുന്നു. അത് അതിൻ്റെ പൊസിഷനാണ്. അപ്പോൾ 12ാമത്തെ പൊസിഷനിലുള്ള നമ്പറാണ് എത്രയെന്ന് പറയുന്നത് 132 എന്ന് പറയുന്നത്. അത് അതിലെ ടേമാണ്. അടുത്ത സീക്വൻസ് ഇതാണ്. 12, 23, 34 എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്. അതിൽ ഒന്നാമത് ചെക്ക് ചെയ്യേണ്ടത് 100 അതിലെ ടേമാണോ, രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് 1000 അതിലെ ടേമാണോ അല്ലയെന്നാണ്. അപ്പം നമ്മൾ x1 എഴുതുക. x1 എത്രയാണ്? ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടൈം എത്രയാണ്? 12 xn എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എത്രയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്? 100. xn=100. അടുത്ത് ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ x2 - x1 ആണ്. ഇവിടെയും നമ്മൾ അത് യൂസ് ചെയ്യുന്നതിന് കാരണം അടുത്തടുത്ത ടേമുകളായത് കാരണം x2 - x1 ചെയ്യുന്നു. x2 എത്രയാണ്? 23 - 12 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? അവിടെയും കോമൺ ഡിഫറൻസ് 11 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം 12, കണ്ടുപിടിക്കാനുള്ള ടൈം 100. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11. ഇനി നമ്മൾ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. എന്താണ് ഇക്വേഷൻ? n=xn - x1/d+1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. xnൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര ഇട്ട് കൊടുക്കുക? 100 ഇട്ട് കൊടുക്കുക. മൈനസ് x1ൻ്റെ സ്ഥാനത്ത് 12 ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 + 1 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വാല്യൂസ്. അപ്പോൾ 100ൽ നിന്ന് 12 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? =88 ഡിവൈഡഡ് ബൈ 11 + 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 88ൽ എത്ര പ്രാവശ്യം 11 ഉണ്ട്? എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 8 പ്രാവശ്യം. 8 + 1 ആണ് ഇതിന് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ 9 എന്ന് കിട്ടും. 9th പൊസിഷനിലുള്ള ടേമാണ് എത്രയെന്ന് പറയുന്നത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതിലെ ടേമാണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ പോയിന്റ് ഇല്ലാത്ത ഒരു നമ്പറാണ് കിട്ടിയത്. അത് കാരണം അത് അതിനകത്തുള്ള ടേമാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് എത്രയാണ്? 1000 അതിനകത്തുള്ള ടേമാണോ അല്ലയെന്നാണ്. അപ്പോൾ xn എത്രയായിട്ട് ഇട്ട് കൊടുക്കുക? 1000 ആയിട്ട് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഇക്വേഷന് മാറ്റമില്ല. n=xn - x1/d+1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. n=1000 - 12 ഡിവൈഡഡ് ബൈ 11 + 1. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 988 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 11 + 1. ഇത് നേരത്തെ മൈനസ് ചെയ്തപ്പോൾ 89.8 + 1 എന്ന് കിട്ടി. ഇവിടെ പോയിൻ്റുള്ള നമ്പർ കിട്ടിയത് കാരണം ഈ 1000 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ടേം അല്ല. 100 എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തുള്ള ടേമാണ്. 100 എന്ന് പറയുന്നതിന് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. 9th പൊസിഷനാണ്. 9th പൊസിഷനിലുള്ള ടേമാണ് 100 എന്നാൽ 1000ന് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ല. പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ പോയിൻ്റ് കിട്ടിയാൽ അത് അതിലുള്ള ടേം അല്ല. പോയിന്റ് ഇല്ലാതെ കറക്റ്റായിട്ട് ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ അത് അതിലുള്ള ടേമാണ്. അപ്പോൾ ഈ സീക്വൻസിലെ 100 ഒരു ടേമാണ്, 1000 ഒരു ടേം അല്ല. അടുത്ത സീക്വൻസ് ഇതാണ്. 21, 32, 43. 100 അതിലെ ടേം ആകുമോ 1000 അതിലെ ടേം ആകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x1 എഴുതാം. x1 എത്രയാണ്? 21 ഫസ്റ്റ് ടേമാണ്. ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഏതിൻ്റെയാണ്? 100ൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ xn എത്രയെന്ന് ഇട്ടു? 100 എന്നിട്ടു. ഇനി ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x2 - x1. x2 എത്രയാണ്? 32 - 21 ആണ്. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. ഇവിടുത്തെയും കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? 11 തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? 100 അതിലെ ടൈം ആകുമോ എന്നാണ്. അപ്പോൾ n ഇക്വേഷൻ എന്താണ്? മാറ്റമില്ല. xn - x1/d+1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. xnൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക? 100 മൈനസ് x1ൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കണം? 21 ഡിവൈഡഡ് ബൈ 11 + 1. അപ്പോൾ 100ൽ നിന്ന് 21 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 79 ഡിവൈഡഡ് ബൈ 11 കിട്ടും +1. ഈ 79 എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ?
മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണെങ്കിൽ 77 ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 77 അല്ലാത്തത് കാരണം 79 ആയത് കാരണം നമുക്കവിടെ പോയിന്റ് വരുന്ന നമ്പറാണ് കിട്ടുന്നത്. അതുകൊണ്ട് 100 എന്ന് പറയുന്നത് ഇത് ഈ സീക്വൻസിലെ ടേം അല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ വച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ എന്തല്ല, ടേം അല്ല. ഇനി ചെക്ക് ചെയ്യാനുള്ളത് എത്രയാണ്, 1000 ഈ സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ xnന് പകരം നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം, 1000 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ n = xn - x1 / d + 1. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, എഴുതി തന്നെ പോവുക കേട്ടോ. കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ n = xnൻ്റെ സ്ഥാനത്ത് ഇത്ര ഇട്ട് കൊടുക്കണം, 1000 ഇട്ട് കൊടുക്കുക. -21 / 11 + 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. 1000ൽ നിന്ന് 21 മൈനസ് ചെയ്യുമ്പോൾ 979 എന്ന് കിട്ടും. / 11 + 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. 979നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9നകത്ത് പോകത്തില്ല, അതുകൊണ്ട് നമ്മൾ 97നകത്ത് നോക്കും. 99 പ്രാവശ്യം പോവും, പക്ഷേ അതല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് 97 അപ്പോൾ അതിന് മുന്നത്തെ 8 ടൈംസ് എത്രയാണ്, 88. ഇനി എന്ത് ചെയ്യുക, 7ൽ നിന്ന് 8 പോകത്തില്ല, കടമെടുക്കുന്നു. 17ൽ നിന്ന് 8 പോകുമ്പോൾ നമുക്ക് അവിടെ എത്ര കിട്ടും, 9 എന്ന് കിട്ടും. ഇവിടെ ബാലൻസ് 8 ആകും. 8ൽ നിന്ന് 8 പോയാൽ 0. ഈ 9 താഴെ ഇറക്കിയാൽ എത്ര ടൈംസ്, 9 ടൈംസ് 99 എത്രയെന്ന് കിട്ടി, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. 89 എന്ന് കിട്ടി. 89 + 1. 89 + 1 എത്രയാണ്, 90 ആണ്. അപ്പോൾ 90th പൊസിഷനിലുള്ള ടേമാണ് എത്രയെന്ന് പറയുന്നത്, 1000 എന്ന് പറയുന്നത്. അപ്പം 1000 ഇതിനകത്തുള്ള ടേമാണോ അല്ലയെന്ന് ചോദിച്ചാൽ എന്താണ്, കറക്റ്റായിട്ടുള്ള നമ്പർ കിട്ടിയത് കാരണം 1000 ഇതിനകത്തുള്ള നമ്പറാണ്. പക്ഷേ 100 ഇതിനകത്തുള്ള നമ്പറല്ല. കാരണം നമ്മൾ n ചെയ്തപ്പോൾ നമുക്ക് എന്നിൻ്റെ അവിടെ എന്താണ്, പോയിൻ്റുള്ള നമ്പറാണ് കിട്ടിയത്. അപ്പോൾ പോയിൻ്റുള്ള നമ്പർ വരുന്നത് എന്തല്ല, ടേമല്ല. അങ്ങനെ അതായത് കാരണം 100 എന്നത് പറയുന്നത് ഈ സീക്വൻസിലെ ടേമല്ല, 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേമാണ്. ഇത് സീക്വൻസ് ഇതാണ്. 1/4, 1/2, 3/4 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നതാണ് സീക്വൻസ്. അപ്പോൾ അതിലെ 3 എന്ന് പറയുന്നത് അതിലെ ടേം ആകുമോ, അതുപോലെ 4 എന്ന് പറയുന്നത് അതിലെ ടേം ആണോ അല്ലേ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എടുത്ത് എഴുതാം. x1 = 1/4 എന്ന് എഴുതി. xn = ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 3 അതിലെ ടൈം ആണോ അല്ലെന്നാണ്. അപ്പോൾ xnന് പകരം നമ്മൾ എത്ര എഴുതി, 3 എന്ന് എഴുതി. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് d = x2 - x1 തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യേണ്ടത്. x2 എത്രയാണ്, 1/2 - 1/4. ഫസ്റ്റ് ടൈം 1/4 ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2 ഫ്രാക്ഷൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുപോലെ 2 ഫ്രാക്ഷൻ നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോഴും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യം ചെയ്യേണ്ടത് 4 × 1 ആണ്. 4 × 1 എന്ന് പറയുന്നത് 4 തന്നെയാണ്. -2 × 1 എന്ന് പറയുന്നത് 2 / 2 × 4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 4 - 2 എത്രയാണ്, 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 / 2 × 8 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് 8 ആണ്. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ 1 / 4 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി, 1/4 എന്ന് കിട്ടി. ഇവിടെ ഫ്രാക്ഷൻ നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഏത് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി, 1/4 എന്ന് കിട്ടി. ഇനി 3 അതിലെ ടൈം ആണോ അല്ലെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷന് മാറ്റമൊന്നുമില്ല. n = xn - x1 / d + 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. xnൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക. 3 ഫസ്റ്റ് ടൈം എത്രയാണ്, ഫസ്റ്റ് ടൈമും 1/4 ആണ്. ഡിവൈഡഡ് കോമൺ ഡിഫറൻസും 1/4 ആണ് +1. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക, ഇതിനെ ചെയ്യുക. ഇവിടെയും ഒരു നമ്പറുണ്ട്, ഇവിടെ ഒരു ഫ്രാക്ഷൻ നമ്പറുണ്ട്, അവിടെയും എന്ത് ചെയ്യേണ്ടതാണ്, മൈനസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം,
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 ഇൻറ്റു 4 ചെയ്യുക, എത്ര കിട്ടും? 12 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 എന്ന് എഴുതാം, പ്ലസ് 1. ഇതിന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു, അതുപോലെ എഴുതി, മൈനസ് 1 അതുപോലെ ഇട്ടു. ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഉണ്ട്, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹോൾ ഡിവൈഡഡ് ബൈ ഈ നമ്പർ എഴുതണം കേട്ടോ. അപ്പോൾ 12 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 11 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, പ്ലസ് 1. ഒരു ഡിവൈഡഡ് ബൈക്ക് അടിയിൽ വേറൊരു ഫ്രാക്ഷൻ നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചിട്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 11 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഈ 1/4നെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 4 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ഈ പ്ലസ് 1 അപ്പോഴും എന്ത് ചെയ്യുക? അവിടെ തന്നെ ഇട്ടേക്കുക. ഈ 4ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇടയിലുള്ള സൈൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എത്ര കിട്ടും? 11 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 11 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 11 തന്നെയാണ്. ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 12th ടേം ആണ് എന്ന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു നമ്പർ കിട്ടിയില്ലേ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ടേം ആണ്. അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷനുകൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാൽക്കുലേഷനും ഇതിനെ എന്താണ് ഹോൾ ഡിവൈഡഡ് ബൈ വരുമ്പോൾ 1/, എന്ന് പറയുന്നത് എന്താവും? അതിൻ്റെ റെസിപ്രോക്കലും ഉണ്ട്. തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുന്ന ആ മെത്തേഡും ഒന്ന് നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അപ്പോൾ 3 എന്ന് പറയുന്ന അതിലുള്ള ടേം ആണെന്ന് ചോദിച്ചാൽ ടേം ആണ്. എത്രാമത്തെ പൊസിഷനിലാണ് ആ 3 വരുന്നതെന്ന് ചോദിച്ചാൽ 12ാമത്തെ പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്? ആ 3 വരുന്നത്. ഇനി xnൻ്റെ സ്ഥാനത്ത് എത്ര അതിലെ ടേം ആകുമോ എന്ന് നോക്കണം. 4 അതിലെ ടേം ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതിന് ഇക്വേഷന് മാറ്റമൊന്നുമില്ല. n = xn മൈനസ് x1/d പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, എത്ര ഇട്ട് കൊടുക്കുക? 4 മൈനസ് 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1 എന്ന് പറയുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ 16 മൈനസ് 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 എന്ന് കിട്ടും. നേരത്തെയുള്ള കാൽക്കുലേഷനുകൾ തന്നെയാണ്. 15/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 എന്ന് കിട്ടും. ഇതിനെ തിരിച്ചിടുമ്പോൾ ഇതുപോലെ മേലെ 15 വന്നിട്ട് ക്യാൻസലായിട്ട് എന്ത് ചെയ്യും? പോകും. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? 15 പ്ലസ് 1 കിട്ടും. അപ്പോൾ അത്രയാണ് 16ാമത്തെ ടൈമാണ്. 16ാമത്തെ ടൈമാണ് ഏതെന്ന് പറയുന്നത്? ഈ 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4ഉം അതിനകത്തുള്ള ടൈമാണ്. കാൽക്കുലേഷൻ നോക്കി പഠിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക? 15/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യേണ്ടത്. റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മേലത്തെ 4ഉം താഴത്തെ 4ഉം ക്യാൻസലാകും. 15 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 15 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതുന്നത് എത്ര തന്നെയാണ്? ഇവിടെ ഒരു പ്ലസ് 1ഉം കൂടെ ഉണ്ട് കേട്ടോ, അത് വിട്ട് കളയരുത്. പ്ലസ് 1ഉം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ 4ഉം മേലത്തെ 4ഉം താഴത്തെ 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് ആ സ്റ്റെപ്പും വരുന്നത്. അപ്പോൾ നമ്മൾ ആ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രാമത്തെ ടൈം എന്ന് കിട്ടും? 16ാമത്തെ ടൈമാണ് ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ 3ഉം 4ഉം ഈ സീക്വൻസിലുള്ള ടൈമുകൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത സീക്വൻസ് ഇതാണ്. 3/4 1 1/2 2 1/4 എന്ന് പറയുന്നതാണ് സീക്വൻസ്. ഇങ്ങനെ കടന്നു പോകുന്നതാണ് സീക്വൻസ്. അതിൽ 3 ഒരു ടൈം ആണോ 4 ഒരു ടൈം ആണോ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് x1 = എത്രയാണ്? 3/4 ആണ്. അടുത്ത് xn നമ്മൾ ആദ്യം എത്രേൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്? 3ൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് xn = എത്രയെന്ന് ഇട്ട് കൊടുക്കുക? 3 എന്ന് ഇട്ട് കൊടുക്കുക. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് d = x2 മൈനസ് x1 തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്. x2 എത്രയാണ്? 1 1.5 ആണ്. അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മിക്സഡ് ഫ്രാക്ഷനെ എന്തിലോട്ട് മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 1.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 എത്രയാണ്? 2. അതിൻ്റെ കൂടെ ഇവിടുത്തെ നമ്പർ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 2 + 1 എന്ന് പറയുന്നത് 3
ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എഴുതുക. അപ്പോൾ 1 1.5 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 3/2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 3/2 നിന്നാണ് എന്ത് മൈനസ് ചെയ്യേണ്ടത്? അപ്പോൾ ഡി ഈക്വൽ ടു 3/2 മൈനസ് ഫസ്റ്റ് ടേമായ 3/4 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇവിടെയും എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 × 4 എന്ന് പറയുന്നത് 12 മൈനസ് 2 × 3 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 12 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 8 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3 ഡിവൈഡഡ് ബൈ 4 എന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3/4 എന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതുക. n ഈക്വൽ ടു xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. xn എത്രയാ? xnൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. 3 മൈനസ് x1 എത്രയാണ്? ഫസ്റ്റ് ടൈം 3/4 തന്നെയാണ്. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര തന്നെയാണ് കിട്ടിയത്? 3/4 തന്നെയാണ് കിട്ടിയത്. പ്ലസ് 1. ഇവിടെയും എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 × 4 എന്ന് പറയുന്നത് 12 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4. ഇനിയും ഇവിടെ നേരെ ചെയ്ത പോലെ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 3/4 ഉണ്ട്. പ്ലസ് 1 കൂടെ ഉണ്ട് കേട്ടോ, അത് വിട്ട് കളയരുത്. ഇനി ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9/4 ഹോൾ ഡിവൈഡഡ് ബൈ 3/4 പ്ലസ് 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 9 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു, ഞാൻ പറഞ്ഞില്ലേ ഈ ടൈമിന് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു വേണം. 4 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഈ 4ഉം ഈ 4ഉം എന്തായി? ക്യാൻസലായി. 9ഉം 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 3ൽ 1 ടൈംസ്, 9ൽ എത്ര ടൈംസ്? 3 ടൈംസ്. ഈക്വൽ ടു 3 പ്ലസ് 1 ഈക്വൽ ടു 4. 4 എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനാണ്. 4th പൊസിഷനിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ 3 എന്ന് പറയുന്ന ടൈം. അപ്പോൾ 3 എന്ന് പറയുന്നത് അതിലെ ടൈം ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തു? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്തത്. അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 3 പ്ലസ് 1 4. 4 എന്ന് പറയുന്നത് 4th പൊസിഷനിലുള്ള ടൈമാണ്. എത്രയെന്ന് പറയുന്നത്? 3 എന്ന് പറയുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ടൈം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോക്കാനുള്ളത് 4 ഇതിനകത്തുള്ള ടൈം ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ xn ഈക്വൽ ടു 4 ആയിട്ട് ഇടുക. ഇക്വേഷൻ എന്താണ്? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമ്മൾ xnൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കണം? 4 ഇട്ട് കൊടുക്കണം. 4 മൈനസ് x1 എത്രയാണ്? 3/4 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസും എത്ര തന്നെയാണ്? 3/4 തന്നെയാണ്. പ്ലസ് 1. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 16 മൈനസ് ഇതിന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 16 കിട്ടും. മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ എത്രയെന്നുണ്ട്? 3/4 ഉണ്ട്. പ്ലസ് 1 എന്ന് പറയുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. ഇനി ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 മൈനസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? 13/4 ഹോൾ ഡിവൈഡഡ് ബൈ 3/4 എന്ന് കിട്ടി. പ്ലസ് 1. ഇതിനെ ഹോൾ ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 13 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലസ് 1. ഈ 4ഉം 4ഉം ക്യാൻസലായി. ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തുള്ള നമ്പർ അല്ല 13. ഇതുകൊണ്ട് 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? പോയിൻ്റുള്ള നമ്പറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല? അതിൽ ടേം ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. 13നെ 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 4 എന്ന് പറയുന്നത് ഇതിലെ ടേം അല്ല. അപ്പോൾ ഈ സീക്വൻസിനകത്ത് 3 എന്ന് പറയുന്നത് എന്താണ്? ടേം ആണ്. 4 എന്ന് പറയുന്നത് എന്തല്ല? ടേം അല്ല.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ടേബിൾ എബോ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കമ്പയർ ചെയ്ത് പറയുകയാണ്. അതിനകത്ത് വന്നിട്ടുള്ള എന്താണ് ടേംസുകൾ തന്നിട്ടുണ്ടായിരുന്ന ടേംസുകൾ അതിലെ ടേം ആണെങ്കിൽ അത് എത്രാമത്തെ പൊസിഷൻ ആണെന്നാണ് എഴുതേണ്ടത്. അത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെയ്ത് വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊസിഷനുകൾ എഴുതി പോയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിനകത്ത് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.